ഈ കാർ കണ്ടോ? റോൾസ് റോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. ഭയങ്കര വിലയായിരിക്കും. ഭയങ്കര വിലയാ. ഈ ജോലിയൊക്കെ കിട്ടി സെറ്റായിട്ട് വേണം ഇത് വാങ്ങിച്ച് ഉമ്മായി മുമ്പിലിരുത്തി കറങ്ങാൻ പോയാൽ. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനത്തെ കാറ് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹവും സ്വപ്നമൊക്കെ അടിപൊളിയാണ്. പക്ഷെ മുമ്പിലെത്തേണ്ടത് ഉമ്മാനെ അല്ല, ഇറ്റ് ഷുഡ് ബി യുവർ പാർട്ട്ണർ. ഞാൻ എൻ്റെ പൊന്നുമോനെ വളർത്തി വലുതാക്കുന്നതേ എന്നെ മുമ്പിരുത്തി കൊണ്ടുപോകാനല്ല, നിന്റെ പാർട്ട്ണർ, നിന്റെ ലൈഫ് പാർട്ട്ണർ വരുമല്ലോ. വൈ യു കോൾ ഹർ എ ബെറ്റർ ഹാഫ്. അതായത് നിന്നേക്കാൾ ബെറ്റർ ആണ് ആ ഹാഫ്. ആ ഹാഫ് അവളാണ് നിന്റെ ലൈഫ്. മുമ്പോട്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, നമുക്ക് പുറകോട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നമ്മളെ നോക്കി വളർത്തി നമുക്ക് എല്ലാ ഗൈഡ് ലൈനും തന്ന് മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല. പിന്നെയും മുമ്പോട്ട് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ ജോലി കിട്ടി, നിങ്ങൾ സെറ്റിലായി, നിങ്ങൾക്ക് ലൈഫ് പാർട്ട്ണർ വന്ന് ആ പാർട്ട്ണറെയാണ് മോനെ ഏറ്റവും നന്നായിട്ട് നോക്കുന്നത്. ഈ കൊച്ചു കുഞ്ഞു ബേബിയില്ലേ ഈ മോൻ, അവൻ എന്നും എൻ്റെതായിരിക്കണം എന്നോർത്തല്ല ഞാൻ സ്നേഹിക്കുന്നത്. നീ വളർന്ന് പളർന്ന് പന്തലിച്ച് നിന്റെ ഫാമിലിയെ നന്നായിട്ട് നോക്കണമെന്നാണ്. അതിന് എന്നോട് നോ പറയേണ്ടി വന്നാലും യു ഷുഡ് ഗീവ് മോർ റെസ്പെക്ട് ആൻഡ് ലവ് ടു ഹർ ബിക്കോസ് ഷീ ഈസ് യുവർ ലൈഫ് പാർട്ട്ണർ. നിന്റെ പാർട്ട്ണറിനെയാണ് എപ്പോഴും ഈ കാറിൻ്റെ മുൻ സീറ്റിലിരുത്തണം എന്ന് ആഗ്രഹിക്കാൻ. മോൻ്റെ പാർട്ട്ണർ ഉണ്ടല്ലോ, മോൻ്റെ വൈഫ് ഷുഡ് ഫീൽ ദാറ്റ് ഷീ ഈസ് സേഫ്, ഷീ ഈസ് പ്രയോറിറ്റൈസ്ഡ്. അതായത് എന്തിനേക്കാളും പ്രയോറിറ്റി അവൾക്കാണ്. യുനോ, ആ ഒരു കുടുംബത്തിലെ സ്ത്രീ ഹാപ്പി ആണെങ്കിൽ ആ കുടുംബം മൊത്തം ഹാപ്പിയാക്കി വെക്കാൻ അവൾക്ക് പറ്റും. അതുകൊണ്ട് ഉമ്മയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് പാർട്ട്ണർ തന്നെയാണ്. ഉമ്മായും വാപ്പായും ഒക്കെ ഉണ്ടാവും കൂടെ. നിങ്ങളുടെ ഓർമ്മകളിൽ, നിങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളെ നോക്കുകയൊക്കെ വേണം. ലൈക്ക് അതിന് നിൻ്റെ കരിയറോ നിൻ്റെ പഠിത്തമോ നിൻ്റെ ഫാമിലി ലൈഫോ സാക്രിഫൈസ് ചെയ്തല്ല നോക്കേണ്ടത്. ഞങ്ങളെയും നോക്കണം. പക്ഷേ പ്രയോറിറ്റി സ്വന്തം കുടുംബത്തിനായിരിക്കണം, സ്വന്തം പാർട്ട്ണർക്കായിരിക്കണം. എന്നാലേ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റൂ ഞാൻ വളർത്തിയ മോൻ മിടുക്കനാണ്, ആസ് എ മാൻ ഹീ ഈസ് ദ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അറിയോ? ഓക്കെ ഉമ്മ ഈ ജോലിയൊക്കെ കിട്ടുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഉമ്മയും വാപ്പയും കൊണ്ട് കറങ്ങാൻ പോയിട്ടേ ഞാൻ ഈ മാരേജും അതൊക്കെ ലൈഫൊക്കെ സെറ്റിലൊക്കെ ചെയ്യത്തുള്ളൂ. അത് നല്ല ഐഡിയ. അതൊക്കെ നിന്റെ ഇഷ്ടം, ദാറ്റ് ഈസ് അപ് ടു യു. പക്ഷെ വൺസ് യു ആർ ഇൻ യുവർ ഫാമിലി ലൈഫ്, പ്രയോറിറ്റൈസ് യുവർ ഫാമിലി. അതിനായിരിക്കണം മുൻഗണന. അതെ. ഓക്കെ ഓക്കെ.